السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാമ അബു ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുബാറക്കായ ഈ കിതാബില് ഉന്നതനായ അള്ളാഹുവിനെ കുറിച്ച് നമുക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മുടെ റബ്ബിനെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ വിശ്വസിക്കേണ്ടുന്ന, നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ. പിന്നീട് അതിനോട് തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയെ കുറിച്ച് നമുക്കൊരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു തന്നു, മനസ്സിലാക്കി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേണ്ടി ഏറ്റെടുത്ത് നമുക്ക് എത്തിച്ചു തന്ന പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് തുടർന്നുകൊണ്ട് മഹാനായ ആ പണ്ഡിതൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ കിതാബിൽ തുടർന്നുകൊണ്ട്. വ ഇന്നൽ ഖുർആന കലാമുല്ലാഹി മിൻഹു ബദഅ ബിലാ കൈഫിയത്തിൻ ഖൗലൻ وأنزله على رسوله وحيا وصدقه المؤمنون على ذلك حقا وأيقنوا أنه كلام الله تعالى بالحقيقة. തുടർന്നുകൊണ്ട് ഷെയ്ഖ് റഹ്മഹുല്ല പറയുന്നു പരിശുദ്ധ ഖുർആനിനെ കുറിച്ച്. ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ചതും തുടർന്നുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. വഇന്നൽ ഖുർആന കലാമുല്ലാഹ്, നിശ്ചയം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. നമ്മൾ അഖീദത്തുൽ വാസിത്തിയയിൽ പങ്കെടുത്ത നിങ്ങൾക്കറിയാം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായ കാര്യങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് നമ്മൾ വായിച്ചു കേട്ടതാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അതിന്റെ വാക്ക് അള്ളാഹുവിൻ്റെതാണ്, ആശയവും അള്ളാഹുവിൻ്റെതാണ്. പരിശുദ്ധ ഖുർആനിന് അക്ഷരങ്ങൾ, നമ്മൾ പാരായണം ചെയ്യുന്ന ഈ അക്ഷരങ്ങൾ അത് അള്ളാഹു സംസാരിച്ച അക്ഷരങ്ങളാണ്. അത് സൃഷ്ടികൾ കേൾക്കുന്നതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കലാം, സംസാരം എന്ന് പറയുന്ന വിശേഷണമുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് അവൻ സംസാരിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ കലാമിന്റെ രൂപവും ആകൃതിയും എങ്ങനെയാണ് എന്ന് നമുക്ക് ചോദിക്കാൻ പാടില്ല. നമ്മൾ മുമ്പ് പല പ്രാവശ്യം കേട്ടതുപോലെ അള്ളാഹുവിന്റെ വിശേഷണം അത് എങ്ങനെയാണ്, കൈഫ്, അതിന്റെ ആകൃതി രൂപം എങ്ങനെയാണ് എന്ന് നമുക്ക് ചോദിക്കാൻ പാടില്ല, നമുക്കതറിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കലാം എന്ന് പറയുന്ന വിശേഷണമുണ്ട്. മറ്റുള്ള വിശേഷണങ്ങളെ പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ കഴിയാത്തവനല്ല, സംസാരിക്കുന്നവനാണ്. ആ വിശേഷണം അള്ളാഹുവിൻ്റെത്, അതിന് ഒരു ആരംഭമില്ലാത്ത വിശേഷണമാണ്. ഉന്നതനായ അള്ളാഹുവിന്റെ ആ വിശേഷണത്തിന് തുടക്കമില്ലാത്തത്, അതിനൊടുക്കവും അറ്റവുമില്ലാത്തത്. അള്ളാഹുവിന്റെ സംസാരത്തിന് എണ്ണവും കണക്കുമില്ലാത്തതാണ്. ഈ ലോകത്തുള്ള സമുദ്രങ്ങളിലുള്ള വെള്ളങ്ങൾ മുഴുവനും മഷിയും, ഈ ലോകത്തുള്ള മരങ്ങൾ വൃക്ഷങ്ങൾ മുഴുവനും പേനയുമാകുകയാണെങ്കിലും നഫിദത്ത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വചനങ്ങൾ തീരാൻ അവസാനിക്കാൻ പോകുന്നില്ല. സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് അടിമകളായ നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹുവിനെ പരിശുദ്ധനാക്കി താഴ്മ ചെയ്ത് വിനയത്തോടെ
അത് ഉൾക്കൊള്ളുക, വിശ്വസിക്കുക, ആ ആദർശം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ നമുക്ക് താങ്ങാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ കാര്യങ്ങളിൽ ചോദ്യങ്ങളുമായോ ആശയക്കുഴപ്പവുമായോ എങ്ങനെയാണ് അതിന്റെ രൂപം, എന്തൊക്കെയാണത്, ഇതിനൊന്നും നമുക്ക് അർഹത പോലുമില്ലാത്ത അടിമകളുമാണ്. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക് അത്യാവശ്യക്കാരാണ്. നമ്മൾ ദരിദ്രരാണ്, ബലഹീനരാണ്. വല്ലാഹു ഹുവൽ ഗനി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വയം പര്യാപ്തനാണ്, ഒരു സൃഷ്ടികളിലേക്കും ആവശ്യമില്ലാത്തവനാണ് സുബ്ഹാനഹു വ തആല. മനുഷ്യരായ ആളുകൾ നമ്മൾ ഇടപെടുന്നവരൽപ്പം അധികാരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നമ്മിലേറെ മികച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവന്റെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യാനൊന്നും നമുക്ക് അർഹതയില്ല, അവരതിന് അനുവദിക്കൂ. ഇത് മനുഷ്യരുടെ കാര്യമാണ്. വലില്ലാഹിൽ മസലുൽ ആല, ഉന്നതമായ വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അടിമകളായ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാനോ വിശകലനം ചെയ്യാനോ പോകാതെ ഈ പറയുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് വിനയത്തോടുകൂടെ താഴ്മയോടെ മുന്നോട്ട് പോകുക. ഈ ലോകത്തും നമ്മുടെ പരലോകത്തുമുള്ള വിജയത്തിന് അത് അനിവാര്യമാണ് താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ശൈഖ് റഹ്മഹുല്ലാഹ് പറയാണ്, മിൻഹു ബദഅ ബിലാ കൈഫിയത്തിൻ ഖൗലൻ, അത് സംസാരത്തിന്റെ ആ വാചകങ്ങളുടെ അവസാനത്തെ യോജിപ്പിന് വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. ശരിക്കതിന്റെ അർത്ഥം മിൻഹു ബദഅ ഖൗലൻ ബിലാ കൈഫിയത്തിൻ, മിൻഹു ബദഅ, അല്ലാഹുവിൽ നിന്നാണ് അതിന്റെ ആരംഭം, അവനാണ് സംസാരിച്ചത്, അവൻ പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആൻ. ഇതിലൊക്കെ ശരിയായ ദിശയിൽ തെറ്റിയ വഴിപഴച്ച ആളുകൾക്ക് പല വാദങ്ങളുമുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, അത് ജിബ്രീലിന്റെ സംസാരമാണ്. സത്യനിഷേധികൾ പറയുന്നു അത് മനുഷ്യ സംസാരമാണ് എന്ന് പറഞ്ഞിരുന്നു. മനുഷ്യ സംസാരമാണ്. ആ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ ഇതൊക്കെ ജ്യോത്സ്യന്മാരുടെയോ മാരണം ചെയ്യുന്ന ആളുകളുടെ സംസാരങ്ങളാണ് എന്ന് പറയുന്നു. കള്ള കഥകളാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ അവരൊക്കെ മുശ്രിക്കീങ്ങളും കുഫാറുകളും അങ്ങനെ പരസ്യമായി പറഞ്ഞു. ഇസ്ലാമിന്റെ ആ മാർഗത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന പല ആളുകളും തെറ്റായ പല വാദഗതികളും അള്ളാഹുവിന്റെ ദാത്തിൽ നിൽക്കുന്ന ആശയമാണ്. നമ്മൾ ഈ പാരായണം ചെയ്ത് കേൾക്കുന്നത് ജിബ്രീലിന്റെ സംസാരമാണ്, അതല്ല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വച്ചതാണ്. ഇങ്ങനെ പല ജാതി തെറ്റായ വാദഗതികളും പല ആളുകൾക്ക് മുഅ്തസിലികൾ, അശ്അരികൾ, ജഹമികൾ പോലത്തെ ആദ്യ കാലഘട്ടത്തിലുള്ള പല ആളുകളും അവരുടെ ഈ വാദഗതികൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ആധുനിക കാലഘട്ടത്തിലുള്ള ചില എഴുത്തുകാര്, പ്രസംഗകരൊക്കെ ഈ കാര്യങ്ങൾ ഇന്നും ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്നവരും നമുക്ക് കാണാൻ കഴിയും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നത്, നമ്മൾ വിശ്വസിക്കേണ്ടത് മിൻഹു ബദഅ, അല്ലാഹുവിൽ നിന്നാണ് പരിശുദ്ധ ഖുർആന്റെ ആരംഭം, അവൻ പറഞ്ഞതാ. ഖൗലൻ എന്ന് പറഞ്ഞാൽ സംസാരം, നമ്മൾ പറയില്ലേ വാക്കുകൾ, അതല്ലാതെ ആശയം മാത്രമല്ല, എവിടെ എഴുതി വെച്ചത് കൊടുത്തതല്ല, സ്വപ്നത്തിൽ കാണിച്ചതല്ല, മനസ്സിൽ തോന്നിപ്പിച്ചതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. ബിലാ കൈഫിയത്തിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിന്റെ രൂപം, ആകൃതി എങ്ങനെയാണ് അത് നമുക്കറിയുകയില്ല. അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങളെ കുറിച്ചും നമ്മളത് പറയും. മിൻ ഗൈരി തക്യീഫിൻ, കൈഫ്, എങ്ങനെ, എപ്രകാരം എന്ന് ചോദ്യം ചെയ്യാതെ, എന്ന് ചോദിക്കാതെ നമുക്കതിന്റെ രൂപം, ആകൃതി അറിയുകയില്ല. വഅൻസലഹു അലാ റസൂലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനെ അവന്റെ റസൂലിന് ഇറക്കി കൊടുത്തതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന് ഇറക്കി കൊടുത്തതാ. പരിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിൽ നസ്സൽന, അൻസൽന എന്ന് പറഞ്ഞുകൊണ്ട് പല ആയത്തുകളിലും നമുക്ക് അറിയാം. പരിശുദ്ധ ഖുർആനെ ഇറക്കി, നമ്മൾ ഇറക്കി. നമ്മൾ മുമ്പ് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിനെ കുറിച്ച് പറയുന്ന അൽ ഖവാഇദുൽ മുസ്ല എന്ന് പറയുന്ന കിതാബില് പറഞ്ഞിരുന്നു, ചില വിശേഷണങ്ങൾ പറയുമ്പോൾ അതിന് അനിവാര്യമായ ചില ആശയങ്ങൾ, അർത്ഥങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ ഇറക്കി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്താണ് എന്ന് മനസ്സിലായി. അനിവാര്യമാണ്. ഇറക്കൽ മുകളിൽ നിന്ന് അടിയിലേക്കാണ്. താഴ്ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ ധാരാളമുണ്ട്. അല്ലാഹു എവിടെയെന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ പരിശുദ്ധ ഖുർആനെ ഇറക്കി എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല, വിതരണം ചെയ്തു എന്നൊക്കെ പറയേണ്ടി വരും. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ,
വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ. നമ്മൾ ഇറക്കുക എന്ന് ആ പറഞ്ഞതിന്റെ അനിവാര്യമായി മറ്റൊന്ന് നമുക്ക് മനസ്സിലായി. അള്ളാഹു ഉപരിലോകത്താണ്, മേൽഭാഗത്താണ്, മുകളിൽ നിന്നാണ് താഴ്ഭാഗത്തേക്ക് ഇറക്കൽ. ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്നത് പറഞ്ഞിരുന്നു. ചിലത് നമ്മൾ കേട്ട് മനസ്സിലാക്കിയാൽ അതിന്റെ അനിവാര്യമായ ചില ആശയങ്ങൾ കൂടി നമുക്കതിൽ നിന്ന് അറിയുമെന്ന്. വഅൻസലഹു അലാ റസൂലിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തു, വഹ്യായിക്കൊണ്ട്. സ്വപ്നത്തിൽ കൂടെയൊന്നുമല്ല, തോന്നിപ്പിക്കലുമല്ല. അതല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ വകയിൽ, അദ്ദേഹം മുഖാന്തരം, അദ്ദേഹത്തിന്റെ വഴിയാൽ അള്ളാഹു പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേട്ട് അത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന് പാരായണം ചെയ്തു കൊടുത്തു വഹ്യായിട്ട്. വസദ്ദഖഹുൽ മുഅ്മിനൂന അലാ ദാലിക ഹഖ്ഖൻ. സത്യവിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പലപ്പോഴും പറയുമെന്ന്, വഹുവ സ്വാദിഖുൽ മസ്ദൂഖ്, വഹുവ അസ്വാദിഖുൽ മസ്ദൂഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സത്യം പറയുന്ന ആളാണ്. ഞങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, ഞങ്ങൾക്കതിൽ യാതൊരു സംശയവുമില്ല. മുഅ്മിനീങ്ങൾക്ക്, ആദ്യകാലത്തെ ഏറ്റവും ഉത്തമരായ മുഅ്മിനീങ്ങൾ, അവർക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവാചകൻ പറയുന്നത് സത്യമാണ്, 100% സത്യമാണ് എന്ന്. റസൂൽ മസ്ദൂഖാണ്. മസ്ദൂഖ് എന്ന് പറഞ്ഞാൽ റസൂൽ എന്ത് പറഞ്ഞോ അത് സത്യവിശ്വാസികളായ ആളുകൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾ റസൂലിനെ സത്യപ്പെടുത്തും. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾ ആ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യത്തിലൊരു സംശയിക്കൂല. ളലാലത്തിന്റെ വഴികേടിന്റെ ആളുകൾക്ക് മാത്രമേ ആശയക്കുഴപ്പമുണ്ടാകുള്ളൂ, സത്യനിഷേധികൾക്കേ ഉണ്ടാകുള്ളൂ. അല്ലാത്ത ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മുഴുവനും സത്യമാണ്. അതവർ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും തയ്യാറാണ്. അതേപോലെ പ്രവാചകനോട് വഹ്യായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സത്യസന്ധമായ കാര്യങ്ങളാവെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ ഇടയിൽ കൂട്ടലോ കുറക്കലോ ചേർക്കലോ വെട്ടലോ തിരുത്തലോ ഇല്ലാത്തത്, അതിൽ കൂട്ടിക്കടത്തൽ ഒന്നുമില്ല. അൽ മസ്ദൂഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്ന ഖുർആൻ പ്രവാചകന് വഹ്യായിട്ട് കിട്ടിയത് മുഅ്മിനീങ്ങൾ സത്യസന്ധമായി വഞ്ചനയില്ലാതെ അവരത് പ്രവാചകൻ ഈ പറയുന്ന സത്യമാണ് എന്ന് പറഞ്ഞവർ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകൻ അവർ സത്യപ്പെടുത്തിയിരിക്കുന്നു. വഅയ്ഖനു അന്നഹു കലാമുല്ലാഹി തആല ബിൽ ഹഖീഖ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അതിൽ യാതൊരു സംശയമില്ല, ഉറപ്പാണ് അവർക്ക് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ്, കലാമാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല മുഅ്മിനീങ്ങളായ ആളുകൾക്ക്. അല്ലാമ ഫൗസാൻ ഹഫിളഹുല്ല വിശദീകരിച്ചുകൊണ്ട് ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ബഅദ അൻ തുഅ്മിന ബില്ലാഹി അസ്സ വജൽ വതുഅ്മിന ബിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ വിശ്വാസം, അള്ളാഹുവിന്റെ റസൂലിന്റെ വിശ്വാസം, ഈ കാര്യങ്ങളെക്കുറിച്ച് ഷെയ്ഖ് റഹ്മഹുല്ല പറഞ്ഞു, വിശ്വസിച്ചു, നമ്മൾ ആ വിശ്വാസം ഉൾക്കൊണ്ടു. അതിന്റെ ശേഷം തുഅ്മിന അന്നിൽ ഖുർആന കലാമുല്ലാഹ്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്. ഈ കേട്ടതുപോലെ ആശയം അള്ളാഹുവിന്റേതാണ്, ആ വചനങ്ങൾ അള്ളാഹുവിന്റേതാണ്. അതിന് അക്ഷരങ്ങളുണ്ട്, അത് കേൾക്കുമ്പോ അതിന് ശബ്ദവുമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ശബ്ദത്തോടുകൂടെ അത് കേട്ട കാര്യങ്ങളാണ്. ലിഅന്ന ഹാദാ ഹുവല്ലദീ ജാഅ ബിഹി അർ-റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കൊണ്ടുവന്നത് ഈ ഖുർആനാണ്. വഅൻസലല്ലാഹു അലൈഹിൽ ഖുർആൻ, ഈ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുവാദ പ്രകാരമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് പ്രവാചകന് കൊണ്ടുവന്ന് പാരായണം ചെയ്തു കൊടുത്തത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവൻ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വന്ന് വഹ്യായിട്ട് പാരായണം ചെയ്തു കൊടുത്തു. വഹാദിൽ ഖുർആനു ലൈസ മിൻ കലാമി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നല്ലാതെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമല്ല. വലാ മിൻ കലാമി ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംസാരവുമല്ല. ഇന്നമാ ഹുവ കലാമുല്ലാഹി അസ്സ വജൽ തകല്ലമ അല്ലാഹു ബിഹി, അല്ലാഹു സംസാരിച്ചത്. വതലഖാഹു ജിബ്രീലു മിനല്ലാഹ്, അല്ലാഹുവിന്റെ ആ സംസാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടു, സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ആ പാരായണം വഹയ്യ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അത് കേട്ടു, സ്വീകരിച്ചു. വതലഖതുഹുൽ ഉമ്മത്തു മിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഉമ്മത്തിലെ ഏറ്റവും ആദ്യത്തെ ഉത്തമരായ തലമുറ, ഖൈറുൻ നാസി ഖർനി എന്ന് പറഞ്ഞു, ഏറ്റവും ഉത്തമരായ മനുഷ്യർ എന്റെ തലമുറയാണ്, കാലക്കാരാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാവാൻ, ശിഷ്യന്മാരാവാൻ,
അവിടുത്തെ കൂട്ടുകാരാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഉത്തമരായ മനുഷ്യർ ശിർക്കും കുഫറും വൻപാപങ്ങളും വൃത്തികേടുകളും അനാചാരങ്ങളും പലതും ചെയ്യുന്ന മനുഷ്യരായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്റെ അനുജനന്മാരായി അനുയായികളായി ആ പ്രവാചകൻ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന പരിശുദ്ധരാക്കുന്ന ആളുകളാക്കി തെരഞ്ഞെടുത്തു അല്ലാഹു അവരെ. അങ്ങനെ അവര് ജാഹിലിയ കാലത്ത് അതിന്റെ മ്ലേച്ഛതകളിൽ ജീവിച്ച മനുഷ്യർ ഈ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഉത്തമരായ ആളുകളായി സമൂഹത്തിൽ ഈ ലോക ചരിത്രത്തിൽ അവർ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുത്ത ഈ ആയത്തുകൾ, ഈ വചനങ്ങൾ അവരത് ഏറ്റെടുത്ത് അത് സ്വീകരിച്ച് അത് ജീവിതത്തിൽ പകർത്തിയപ്പോൾ വതലഖതുൽ ഉമ്മത്തു മിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ കലാമുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ സംസാരമാണ്. മിൻഹു ബദഅ സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് ഇതിന്റെ ആരംഭം. അഖീദത്തുൽ വാസിതിൽ നമ്മൾ ഇത് പറഞ്ഞതാണ്, നിങ്ങൾ കേട്ടതാണ്. അല്ലാഹു സംസാരിച്ചു, അപ്പോഴാണ് ഇതിന്റെ തുടക്കം. അതാണ് മിൻഹു ബദഅ വ ഇലൈഹി യഊദ് എന്നും പറഞ്ഞിരുന്നു. അവിടെ അല്ലാഹുവിലേക്ക് ഇത് മടങ്ങും. അവസാന കാലത്ത് ഖുർആനെ ഈ ലോകത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകളിൽ അങ്ങനെ വന്നിരിക്കുന്നു. മിൻഹു ബദഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് ഇതിന്റെ ആരംഭം എന്നല്ലാതെ ലം യഅഖുദുഹു ജിബ്രീലു അലൈഹിസ്സലാം മിനൽ ലൗഹിൽ മഹ്ഫൂദ് കമാ യഖൂലുഹു അഹ്ലുൽ ളലാൽ. വഴിപഴച്ച പല വിഭാഗങ്ങളും ആളുകളും പറയുന്നത് പോലെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന് നൽകിയതല്ല, അല്ലാഹുവിൽ നിന്ന് ഇത് കേട്ടതാണ്. വലം യകുൻ മിൻ കലാമി ജിബ്രീൽ വലാ മുഹമ്മദിൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ അദ്ദേഹത്തിന്റെ സംസാരമല്ല. മനുഷ്യരിൽ ഏറ്റവും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള സംസാരം റസൂലിന്റെ സംസാരമല്ല. ഇന്നമാ ഹുവ മിൻ കലാമി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ സംസാരമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അള്ളാഹുവിന്റെ ഈ സന്ദേശം സൃഷ്ടികൾക്ക് എത്തിച്ചു തന്നവരാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിന് എത്തിച്ചു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് എത്തിച്ചു തന്നു. ഫൽ കലാമു ഇന്നമാ യുഖാലു വയുളാഫു ലിമൻ ഖാലഹു മുബ്തദൻ. ഒരു സംസാരി ഏതൊരു സംസാരാണെങ്കിലും അത് കൈമാറിയ ആളുകൾക്കല്ല, ആരാണോ സംസാരിച്ചു, തുടക്കത്തിൽ ആര് സംസാരിച്ചു അവരിലേക്ക് ചേർത്താ പറയാം. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ കാരണം അവൻ സംസാരിച്ചതായതുകൊണ്ടാണ്. അതല്ലാതെ നമ്മിലേക്ക് ആ സന്ദേശം കൈമാറിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അതല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമോ അല്ല. ചില ആളുകൾ പറയുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് എടുത്തതാണ്, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്, ഖുർആൻ മഖ്ലൂഖാണ് എന്നുള്ള മുഅ്തസിലികളായ ആളുകളുടെ വാദവും അവരുടെ ആ വാദത്തിന്റെ പേരിൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ അഹ്ലുസുന്നയുടെ അഇമ്മത്തുൽ ഇമാമുകൾ ഉലമാക്കൾ സഹിച്ച ത്യാഗങ്ങളും നമ്മൾ അഖീദത്തുൽ വാസിതയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് എടുത്തതാണ്, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു വാദം ആരെങ്കിലും പറഞ്ഞാൽ ഫഹുവ കാഫിറുൻ ബില്ലാഹി അസ്സ വജൽ കുഫ്റൻ മുഖ്രിജൻ മിനൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അതല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്, അള്ളാഹു സംസാരിച്ച അവന്റെ സംസാരമല്ല എന്നുള്ള വാദമാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ജഹമികൾ, ജഹം ഇബ്നു സഫ്വാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മുഅ്തസിലികൾ ആ പറയുന്ന മനുഷ്യന്റെ പിൻഗാമികളായി പിന്നീട് വന്ന ആളുകൾ, ഇവരൊക്കെ പല വാദക്കാരും ഇങ്ങനത്തെ വാദങ്ങൾ, അശ്അരികൾ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ അന്ന് ജീവിച്ചിരിക്കുന്ന ഈ സമസ്തയുടെ അനുയായികളായൊക്കെ ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസങ്ങളിലൊക്കെ ചെന്ന് പരിശോധിച്ച് ചോദിച്ചാൽ അവർക്കൊക്കെ ഇങ്ങനത്തെ വാദങ്ങൾ. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതിന്റെ ആശയം അല്ലാഹുവിന്റെ നഫ്സിൽ നിൽക്കുന്ന ഫഹുവ സിഫത്തുൻ ഖായിമുൻ ബിദാത്തിഹി മഅനൻ ഖായിമുൻ ബിദാത്തിഹി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിൽ നിൽക്കുന്ന ആശയമാണ് ഈ വചനങ്ങൾ. പ്രവാചകന്റെ വചനങ്ങളാണ്, അതല്ലെങ്കിൽ ജിബ്രീലിന്റേതാണ്. ഇങ്ങനത്തെ പല വാദങ്ങളുണ്ട്. അഹ്ലുസുന്ന ഈ കാര്യത്തിൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർആൻ അതിന്റെ ആശയവും അതിന്റെ വചനങ്ങളും കേൾക്കുന്ന അക്ഷരങ്ങളോട് കൂടെയുള്ള അള്ളാഹുവിന്റെ സംസാരമാകുന്നു എന്നുള്ളത്. ഫഹുവ കലാമുല്ലാഹി ഹുറൂഫുഹു വ മആനി, അതിന്റെ അക്ഷരങ്ങള്, അതിന്റെ ആശയങ്ങള്,
തകല്ലമല്ലാഹു ബിഹി കൈഫ ശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നതുപോലെ സംസാരിച്ചു. പരിശുദ്ധ ഖുർആൻ 23 വർഷക്കാലമാണ് ആയിട്ട് അതിന്റെ ഇടയിൽ ആവശ്യാനുസരണം സാഹചര്യങ്ങൾക്കനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കി കൊടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും. അല്ലാഹുവിന് സംസാരം എന്ന് പറയുന്ന വിശേഷണമുണ്ട്. അതിന്റെ രൂപവും ആകൃതിയും നമുക്കറിയുകയില്ല. മറ്റുള്ള വിശേഷണങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കേട്ടതുപോലെ അള്ളാഹുവിൽ നിന്നാണ് ഇറങ്ങിയത്, അവനാണ് അത് ഇറക്കിക്കൊടുത്തത്. തകല്ലമല്ലാഹു ബിഹി വ അൻസല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അദ്ദേഹം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തു. അതല്ലാതെ അള്ളാഹു അല്ലാതെ മറ്റാരും ഇറക്കിയതല്ല, അള്ളാഹു അല്ലാത്ത മറ്റൊരിടത്തുനിന്ന് ഉത്ഭവിച്ചതല്ല. ലൈസ കമാ യഖൂലൂൻ, ഇന്നഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാണ്, അതല്ല ലൗഹുൽ മഹ്ഫൂദിൽ നിന്നാണ്, അതല്ല അന്തരീക്ഷത്തിൽ നിന്ന് അങ്ങനെ വന്നതാണ്, ഒന്നുമല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് വഹിയായിട്ട് ഇതിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബല്ലഗഹു ലിന്നാസ്, പ്രവാചകൻ ഉമ്മത്തിന് വിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുത്തു. വലൗ കാന ഹാദൽ ഖുർആനു മിൻ കലാമിൽ ബശർ, ഈ പറയുന്ന വഴികേടിന്റെ ആളുകൾ പറയുന്നത് പോലെ മനുഷ്യ സംസാരമാണ് എന്ന് വെക്ക്, അള്ളാഹുവിന്റെതല്ല എന്ന് വെക്ക്. വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ സംസാരമാണെങ്കിൽ ലമസ്തത്വഅ അഹദുൻ മിനൻ നാസി ലസ്തത്വഅ അഹദുൻ മിനൻ നാസി അൻ യഅതിയ ബിസൂറത്തിൻ മിസ്ലി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് വെല്ലുവിളിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി, ഇതുപോലത്തെ ഒരായത്ത് നിങ്ങൾ കൊണ്ടുവരി, അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരി, അതല്ലെങ്കിൽ ഇതുപോലത്തെ അല്പം സൂറത്തുകൾ നിങ്ങൾ കൊണ്ടുവരി. ഏറ്റവും ദീർഘമായ അൽ ബഖറ പോലത്തെ സൂറത്തുകളുണ്ട്, ഇന്നാ അഅ്തൈനാക പോലത്തെ, വൽ അസ്രി പോലത്തെ, സൂറത്തുൽ ഇഖ്ലാസ് പോലത്തെ, ഇദാ ജാഅ നസ്റുല്ലാഹി പോലത്തെ ചെറിയ സൂറത്തുകളുണ്ട്. ഫഅതു ബിസുവരിൻ, നിങ്ങൾ കുറച്ച് സൂറത്തുകൾ കൊണ്ട്, ബിഅശ്രി സുവരിൻ മിസ്ലിഹി, പരിശുദ്ധ ഖുർആൻ പോലത്തെ 10 സൂറത്തുകൾ നിങ്ങൾ കൊണ്ടുവരിയെന്ന്. സാഹിത്യത്തിന്റെ കാര്യത്തിൽ, അറബി സാഹിത്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും സമർത്ഥരായിരുന്ന ഖുറൈശികളുള്ള ആ സമൂഹത്തിനോട് വെല്ലുവിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുകൾ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, നമ്മുടെ അടിമക്ക് നമ്മൾ ഇറക്കിക്കൊടുത്ത ഈ ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അവർ പറഞ്ഞു ഇത് മുഹമ്മദിന്റെ സംസാരമാണ്, അതല്ല ഇത് അവന്റെ അടുത്തേക്ക് വല്ല സാഹിര്യങ്ങള് മാരണത്തിന്റെ ആളുകൾ വരുന്ന സംസാരമാണ്, അസാത്തീറുൽ അവ്വലീൻ, കഴിഞ്ഞു പോയ സമുദായങ്ങളുടെ കെട്ടുകഥകളാണിത്, തെളിവില്ലാത്ത, ചരിത്രത്തിന്റെ പിൻബലമില്ലാത്ത കെട്ടുകഥകളാണ് എന്നൊക്കെ പലരും പറഞ്ഞു വിമർശിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഈ ഖുർആനിന്റെ പോലത്തെ ഒരു സൂറത്ത്, ഒറ്റൊരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരി. വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ആളുകളെ മുഴുവനും നിങ്ങൾ വിളിച്ച് സഹായികളായിക്കൊണ്ട്, ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. വേറെ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു സൂറത്ത് ഹൂദിൽ, അം യഖൂലൂന ഇഫ്തറ, അള്ളാഹുവിന്റെ മേൽ കള്ള ആരോപണം നടത്തിയതാണ് മുഹമ്മദ് ഈ പറയുന്ന ഖുർആൻ എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നാൽ ഖുൽ ഫഅതു ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്, ആരോപിച്ചുകൊണ്ട് ഒരു 10 സൂറത്ത് ഇതുപോലെ നിങ്ങൾ കൊണ്ടുവരി. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമല്ല എന്ന് വെക്കുക, ധാരാളം വൈരുദ്ധ്യങ്ങൾ അതിൽ ആളുകൾക്ക് കാണാൻ കഴിയുമായിരുന്നു, ധാരാളം വൈരുദ്ധ്യങ്ങൾ. ഈ കാലം വരെ അള്ളാഹുവിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഒരാൾക്കും അതിന് മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ അതിന് സാധിക്കുകയുമില്ല. അള്ളാഹുവിന്റെ ഈ വെല്ലുവിളി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാകുന്നു. ഫഅജസഹുമുല്ലാഹു ബിദാലിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന മുശ്രിക്കീങ്ങളെ, ശത്രുക്കളെ വെല്ലുവിളിച്ച് അബലരാണ്, അവർക്കതിന് കഴിയൂല എന്ന് തെളിയിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. മാ അന്നഹും അറബുൻ ഫുസഹാ, വളരെ സാഹിത്യ സാമ്രാട്ടുകളായ അറബി ഭാഷയിൽ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരായിരുന്നവര്. വർഷാവർഷം അവര് സാഹിത്യ രചന നടത്തി കഅബ ശരീഫിൽ കെട്ടിത്തൂക്കലുണ്ടായിരുന്നു. ഏറ്റവും ഉയർന്ന നിലക്കുള്ള രചന നടത്തിയ ആളുകൾക്ക് സമ്മാനം കൊടുക്കുകയും അവർക്ക് ബഹുമാന ആദരവും പ്രശസ്തിയും നൽകലുണ്ടായിരുന്നു. അങ്ങനത്തെ അവർക്ക് ഇതുപോലത്തെ ഖുർആൻ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. വൽ ഖുർആൻ ബിലുഗത്തിൽ അറബ്, അറബി ഭാഷയിലാണ്. വബിൽ ഹുറൂഫിൽ ലത്തി യതകല്ലമൂന ബിഹാ, അവരൊക്കെ സംസാരിക്കുന്ന ആ അറബി അക്ഷരങ്ങളാണ് ഇതിലുള്ളത്. വിശുദ്ധ ഖുർആനിലുള്ളത് ആ അറബി അക്ഷരങ്ങളാണ്. പക്ഷേ അതോടുകൂടെ വഹും യഹരിസൂന അലാ മുആനദത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ എങ്ങനെയെങ്കിലും എതിർക്കാൻ
പ്രവാചകനോടുള്ള ശത്രുതയുടെ കാര്യത്തിൽ അവരുടെ കഴിവിന്റെ പരമാവധി അവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ സ്ഥിതി അതായത് പ്രവാചകനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താൻ, പ്രവാചകൻ കൊണ്ടുവന്ന ഈ ഖുർആനിനെ എങ്ങനെയെങ്കിലും ജനങ്ങൾ കേൾക്കുന്നതിൽ തടയാൻ, ഈ പറയുന്ന ദഅവത്തിനെ തകർക്കാൻ അവരാൽ കഴിയുന്നത് അവർ ചെയ്യുന്നവരായിരുന്നു. വലൗകാന ബിസ്തിത്വാഅതിഹിം അൻ യുആരിദു ഹാദൽ ഖുർആൻ, അവർക്കെങ്ങാനും ഈ പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കാൻ, ഇതിനെ ഗണ്ണിക്കാൻ, ഇതുപോലത്തതൊന്ന് കൊണ്ടുവരാൻ, ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നുണ്ടെങ്കിൽ അവരുടെ കഴിവിന്റെ പരമാവധി അവരത് ചെയ്യുമായിരുന്നു. പക്ഷെ അവർക്കത് സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഏറ്റവും വലിയ സാഹിത്യകാരന്മാരായ പല ആളുകളും പരിശുദ്ധ ഖുർആന് കേട്ട് അതിലാകൃഷ്ടരായി ഈ പറയുന്ന ഖുർആനിന്റെ വക്താക്കളായി മാറുകയാണ് ചെയ്തത്. ഖുർആന്റെ വക്താക്കളായി മാറുകയാണ് ചെയ്തത്. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അദ്ദേഹത്തിനെ കുറിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം, ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെ തടവുകാരായിട്ട് മദീനയിലേക്ക് പിടിച്ചുകൊണ്ട് പോയിരുന്നു, ബന്ദികളായിട്ട്, പ്രവാചകനും തന്റെ അനുയായികളും. അവരെ വിട്ടുകിട്ടാൻ വേണ്ടി, അതിന് ചർച്ച ചെയ്യാൻ വേണ്ടി ജുബൈർ ഇബ്നു മുത്ഇമിന്റെ കൂടെയുള്ള മക്കയിലുണ്ടായിരുന്ന ഖുറൈശി പ്രമുഖന്മാര്, പ്രമാണിമാര് മദീനയിൽ പോയി. അങ്ങനെ മദീനയിൽ ചെന്ന് അവരവിടെ ഈ ചർച്ചയുമായി കഴിച്ചുകൂട്ടുന്ന ഒരു ദിവസത്തില് അപ്രതീക്ഷിതമായി നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മഗ്രിബ് നിസ്കാരത്തില് സൂറത്തു തൂർ പാരായണം ചെയ്യുന്നത് കേട്ടു. സൂറത്തു തൂർ. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യൂഖിനൂൻ എന്ന് പറയുന്ന ആയത്ത്. അറബികളാണ്, അവർക്ക് ശരിക്കും അതിന്റെ അർത്ഥം ആശയം അറിയുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തൂർ മഗ്രിബ് നിസ്കാരത്തിൽ പാരായണം ചെയ്തത് അപ്രതീക്ഷിതമായിട്ട് ജുബൈർ ഇബ്നു മുത്ഇം കേൾക്കുകയാണ്. അവർ മുശ്രിക്കീങ്ങളാണ്, പ്രവാചകനോട് ഏറ്റവും വലിയ ശത്രുതയുള്ള സമയത്താണ്. പക്ഷേ ഈ ഖുർആനിന്റെ ആയത്തുകൾ പ്രവാചകൻ പാരായണം ചെയ്ത് കേട്ടിട്ട് ജുബൈർ ഇബ്നു മുത്ഇം പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം അദ്ദേഹം ഈ സംഭവം വിവരിക്കുകയാണ്. കാദ ഖൽബി അൻ യതീർ, എന്റെ ഹൃദയം നെഞ്ഞും കൂട്ടിൽ നിന്നത് പാറിപ്പോകാനെടുത്തായി, ലെവല് തെറ്റാനായി ഞാന്. പ്രവാചകൻ ആ പാരായണം ചെയ്യുന്നത് കേട്ടിട്ട് അതിലുള്ള ആശയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്ത നിസ്സഹായത ഓർത്തിട്ട് എന്റെ മനസ്സിൽ ഈമാൻ തട്ടിയ ഏറ്റവും ആദ്യ അനുഭവം അതാണ്. ശത്രുതയുള്ള സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട പ്രമുഖരെ ഒരുപാട് ആളുകളെ പ്രവാചകനും സഹാബികളും കൊന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളെ തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടുപോയിട്ട് എങ്ങനെ വിട്ടുകിട്ടാൻ വേണ്ടി ചർച്ചയ്ക്ക് ചെന്ന സമയമാണ്. എത്രത്തോളം വലിയ ശത്രുത ഉണ്ടാകും ആ സമയത്ത്. എന്റെ മനസ്സ് ലെവല് തെറ്റാനായി ഈ പറയുന്ന ആയത്തുകളിൽ ആശയങ്ങൾ കേട്ടിട്ട്. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ അവസ്ഥ. ശത്രുക്കളായ ആളുകൾക്ക് ഇതിനെ മറുപടി കൊടുക്കാനോ വെല്ലുവിളി ഏറ്റെടുക്കാനോ ഇതുപോലത്തെ ഖുർആന് കൊണ്ടുവരാനോ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരിൽപ്പെട്ട പല ആളുകളും പ്രമുഖരും പരിശുദ്ധമായ ഖുർആൻ രഹസ്യമായി ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്നവരായിരുന്നു. അത് കേട്ട് അതിന്റെ വക്താക്കളും അനുയായികളും ആ പറയുന്ന ആദർശം സ്വീകരിച്ച മുഅ്മിനീങ്ങളും ആയി മാറുന്ന അനുഭവങ്ങളാണ് കണ്ടത്. ഇന്നും പരിശുദ്ധ ഖുർആനിന്റെ സ്ഥിതി അത് തന്നെയാണ്. ശരിയായ നിലക്ക് ആ പരിശുദ്ധ ഖുർആൻ ആളുകൾ കേൾക്കുന്നതിനനുസരിച്ച്, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഈ പറയുന്ന വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ട് ശത്രുക്കള് അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശം ഊതിക്കെടുക്കാൻ വേണ്ടി സകല പണികളും അവർ ചെയ്തിട്ട് പോലും ഈ ദീനുൽ ഇസ്ലാമിലേക്ക്, ഈ ഖുർആന്റെ വക്താക്കളാവാൻ, അത് പാരായണം ചെയ്യാൻ, അത് കാണാതെ പഠിക്കാൻ ചെറിയവരും വലിയവരും സ്ത്രീകളും പുരുഷന്മാരും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വരുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ദാരിദ്ര്യം കൊണ്ട് കൊടികുത്തിയ ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിൽ വലിയ വലിയ ഖുർആനിന്റെ ഹിഫ്ളിന്റെ ഹലഖകൾ പഠിക്കുന്ന കുട്ടികൾ, അവരെ കുറിച്ചുള്ള വിവരങ്ങൾ, അനുഭവങ്ങൾ. സൗദി അറേബ്യ പോലത്തെ നാട്ടിൽ നിന്ന് ദഅവത്തിനു വേണ്ടി ആഫ്രിക്കയിലേക്ക് ഒക്കെ പോയ ഉലമാക്കൾ പറയുന്ന അനുഭവങ്ങൾ. ശരിക്കിരിക്കാൻ അവർക്ക് പായയില്ല, കാർപ്പറ്റതാലുമില്ല. ഇതേപോലെ ശീതീകരിച്ചത് പോയിട്ട് മേൽക്കൂര പോലുമുള്ള പള്ളികളില്ല. അവർക്ക് ശരിക്ക് സുഭിക്ഷമായി കഴിക്കാൻ ഭക്ഷണമില്ല. എത്രയോ വീട്ടുകാർക്ക് ഒരു കുഴൽ കിണറൊക്കെ, അതൊക്കെ പ്രത്യേകിച്ച് സൗദിയിൽ നിന്നൊക്കെ സംഭാവനയായിട്ടൊക്കെ ആളുകൾ കാശ് കൊടുത്തിട്ട് ഒരു കുഴൽ കിണറൊക്കെ കുഴിച്ചിട്ട് അതിൽ നിന്നിട്ട് കരണ്ടും മോട്ടറും വെച്ച് വെള്ളം എടുക്കുന്നതല്ല, പണ്ട് നമ്മുടെ നാടുകളിലൊക്കെ കുഴൽ കിണറുകളിൽ നിന്ന് വെള്ളം എടുക്കുന്നത് പോലെ എടുത്ത് ഇത്തര ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിൽ, അതിന്റെ ഏതെങ്കിലും മത്സരങ്ങളിലൊക്കെ അവിടുത്തെ കുട്ടികൾ പങ്കെടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സ്ഥാനത്തെത്തുന്ന അനുഭവങ്ങൾ എത്രയോ നമ്മൾ കേൾക്കുന്നതാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ വക്താക്കളാവാൻ,
അത് പാരായണം ചെയ്യാൻ, അത് മനഃപ്പാഠമാക്കാൻ, അത് പഠിക്കാൻ ആളുകൾ തയ്യാറാകുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ ഇബ്നു അബ്സ എന്ന് പറയുന്ന മക്കയുടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കയുടെ അമീർ ഒരിക്കൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി, ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി ചെന്നു. ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി മക്കയുടെ അന്നത്തെ അമീർ അദ്ദേഹത്തിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ഇങ്ങോട്ട് പോന്നിട്ട് മക്കയിലുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആരെയാണ് പകരം നിർത്തിയിട്ടുള്ളത്? അപ്പോൾ ഇബ്നു അബ്സനെയാണ് ഞാനിവിടെ പകരമാക്കി നിർത്തിയിട്ടുള്ളത്. അദ്ദേഹം അടിമയായിരുന്നു, മൗലയായിരുന്നു, അടിമയായിട്ട് സ്വതന്ത്രനായ ആളാണ്. മക്ക എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖന്മാര്, മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ഇസ്ലാമിലേക്ക് വന്ന പ്രമുഖരായ ഖുറൈശികളുള്ള സ്ഥലമാണ്, കാബ ഷരീഫിന്റെ പരിസരമാണ്. അവിടെ ആളുകൾക്ക് പകരം അമീറായിട്ട് ഇബ്നു അബ്സനെ എന്തുകൊണ്ട് നിർത്തി? മൗലയായ അടിമയായിരുന്ന മനുഷ്യൻ സ്വാതന്ത്ര്യമായി അയാൾ എന്തുകൊണ്ട് നിർത്തി ഇത്ര വലിയ വലിയ ഖുറൈശി പ്രമുഖരായ ആളുകൾക്ക്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നഹു താലില്ലി കിതാബില്ലാ വആലിമുൻ ബിൽ ഫറായിദ്. പരിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ അറിയും ഇബ്നു അബ്സക്ക്. അതേപോലെ തന്നെ ഇൽമുൽ ഫറായിദ്, ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് എങ്ങനെ വിഹിതം വെക്കണം എന്നുള്ള കാര്യത്തിൽ നല്ല പാണ്ഡിത്യമുണ്ട് ഇബ്നു അബ്സക്ക്. ഉമർ റളിയല്ലാഹു അൻഹു അതിനെ അംഗീകരിക്കുകയും ആ പറയുന്ന നിയമനത്തിന് തൃപ്തിപ്പെടുകയും ചെയ്തു. ഇന്നഹു താലില്ലി കിതാബ് യർഫഉല്ലാഹു ബിഹി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും, ബഹുമാനവും ആദരവും കൊടുക്കും അതിന്റെ വക്താക്കളായി. അത് ശരിക്ക് പാരായണം ചെയ്ത് അത് മനഃപ്പാഠമാക്കി അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉയർച്ച കൊടുക്കും. വയളഉ ബിഹി ആഖരീൻ, ആ പരിശുദ്ധ ഖുർആനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ അല്ലാഹു നിന്ദിച്ച് അവഹേളിച്ച് തകർക്കുകയും ചെയ്യും. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ മഹത്തായ ഖുർആൻ വസദ്ദഖഹുൽ മുഅ്മിനൂന അലാ ദാലിക ഹഖ്ഖൻ, ഈ പറയുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ, അന്നുണ്ടായിരുന്ന ആദ്യകാലത്തുണ്ടായിരുന്ന സഹാബത്ത്, താബിഈങ്ങൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരായണം ചെയ്ത് കൊടുത്തത് സത്യമാണ് എന്ന് പറഞ്ഞു. ഹഖായിട്ട്, ബാത്തിലല്ല, അസത്യമല്ല, ഇത് സത്യമാണ്, അള്ളാഹുവിന്റെ കലാമാണ്, ഇതിൽ യാതൊരു സംശയമില്ലാത്ത നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് വാസ്തവമാക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തു. വഅയ്ഖനു അന്നഹു കലാമുല്ലാഹി തആല ബിൽ ഹഖീഖ, ഇത് അള്ളാഹുവിന്റെ യഥാർത്ഥ സംസാരം തന്നെയാണ് എന്നവർ ഉറപ്പിക്കുകയും ചെയ്തു. യാതൊരു സംശയവുമില്ല ഇത് സൂചനയാണ് എന്നോ അതല്ലെങ്കിൽ ഇത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കലാമാണെന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഈ പറയുന്ന യാതൊരു ആശയക്കുഴപ്പമൊന്നുമില്ലാതെ ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിന്റെ സംസാരമാണ്, കലാമാണ് എന്ന് ആ നിലക്ക് മുഅ്മിനീങ്ങൾ അത് വിശ്വസിക്കുകയും അവർ ഉറപ്പിക്കുകയും ചെയ്തു. ലൈസ ബിമഖ്ലൂഖിൻ കകലാമിൽ ബരിയ, മനുഷ്യരുടെ സൃഷ്ടികളുടെ സംസാരം പോലെ ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയല്ല. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ, അഹ്ലുസുന്നന്റെ മുഅ്മിനീങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ പേര് സഹിച്ച ത്യാഗങ്ങൾ ധാരാളമായിരുന്നു. ഭരണാധികാരികളടക്കം അവരുടെ അനുയായികളും അവരെ കൂടെയുള്ള ആളുകളും അടുപ്പക്കാരും പല നിലക്കുള്ള പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ശിക്ഷാമുറകളും ഉപദ്രവങ്ങളും ഭീഷണികളും ഇതൊക്കെ നടത്തിയിട്ട് കൂടി അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നുള്ള ആദർശത്തിൽ അവർ ഉറച്ചു നിന്നു. ലൈസ ബിമഖ്ലൂഖിൻ കകലാമിൽ ബരിയ, സൃഷ്ടികളുടെ സംസാരം പോലെ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയല്ല പരിശുദ്ധ ഖുർആൻ എന്നവർ പറഞ്ഞു. ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. നമ്മൾ കേട്ടതുപോലെ മുഅ്തസിലികൾ ഈ പറയുന്ന അഹ്ലുസുന്നയുടെ മുഅ്മിനീങ്ങളായ ആളുകളെ, പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും പ്രയാസപ്പെടുത്തിയത് ചരിത്രത്തിൽ നമ്മൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമൊക്കെ കേട്ടതാണ്. അവർ പറയുന്നത് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അവരതിന് കാരണം പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ പോലെ അള്ളാഹുവിന് സംസാരമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹും സൃഷ്ടികളും ഒരുപോലെയാകും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹും സൃഷ്ടികളും ഒരുപോലെ. അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്ന അള്ളാഹുവിന് സംസാരമുണ്ട്, സൃഷ്ടികൾക്കും സംസാരമുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെയും അവന്റെ സൃഷ്ടികൾ സംസാരം ഒരുപോലെയല്ല, വൈരുദ്ധ്യങ്ങളുണ്ട്. സൃഷ്ടികളായ നമ്മൾ തന്നെ ഭാഷയുടെ കാര്യത്തിൽ പല ദേശക്കാരും പല നാട്ടുകാരും തമ്മിൽ വൈരുദ്ധ്യല്ലേ? ഒരേ നാട്ടിൽ ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ അതിന്റെ രീതിയിലും രൂപങ്ങളിലും വ്യത്യാസമില്ലേ, മാറ്റങ്ങളില്ലേ? ഇതിൽ എന്താണ് ഇത്ര ആശയക്കുഴപ്പത്തിന് പോകാൻ കാരണം?
അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വഴി, മാർഗം, ഹിദായത്ത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ മയ്യഹ്ദിഹില്ലാഹു ഫഹുവൽ മുഹ്തദി, അള്ളാഹു സന്മാർഗം നൽകിയാൽ അവൻ മാത്രമേ ഹിദായത്തിലെത്തുകയുള്ളൂ. ഒരുപാട് അറിവുണ്ട്, ഒരുപാട് ബുദ്ധിയുണ്ട്, ഒരുപാട് കഴിവുണ്ട് എന്ന് കരുതി ഹിദായത്ത് അത് എല്ലാ ആളുകൾക്കും അത് ലഭിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബഹുമാന ആദരവ് ലഭിച്ചാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇതിൽ സംശയത്തിന്റെ ആവശ്യമോ ആശയക്കുഴപ്പത്തിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ലതാൻ. അതുകൊണ്ട് ഫമൻ സമിഅഹു ഫസഅമ അന്നഹു കലാമുൽ ബശർ, പരിശുദ്ധ ഖുർആൻ ഒരാൾ കേട്ടു എന്നിട്ട് അവൻ പറയാണ് ഇത് മനുഷ്യ സംസാരമാണ് എന്ന് പറഞ്ഞാൽ, അത് മലക്കിന്റേതാണെങ്കിലും പ്രവാചകന്റേതാണെങ്കിലും മറ്റുള്ള ആരതെങ്കിലും ആണെങ്കിലും അള്ളാഹുവിന്റെ കലാമല്ല, ഇത് മറ്റുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ സംസാരമാണ്, മനുഷ്യ സംസാരമാണ്, അതല്ലെങ്കിൽ വേറെ ഒരു മലക്കിന്റെ സംസാരമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഖദ് കഫർ, ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വഖദ് ദമ്മഹുല്ലാഹു വആബഹു വഔഅദഹു ബിസഖർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ സൃഷ്ടികളുടെ സംസാരമാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മനുഷ്യരുടെ സംസാരമാണ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വഖദ് ദമ്മഹുല്ലാഹു വആബഹു, അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആനെ കുറിച്ച്. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ എന്ന് പറഞ്ഞ ആളുകളുണ്ട് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച്. ആ പറഞ്ഞ ആളുകളെ അള്ളാഹു ആക്ഷേപിച്ചിരിക്കുന്നു, കുറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല വഔഅദഹു ബിസഖർ സഉസ്ലീഹി സഖർ, നരകത്തിലുള്ള സഖർ എന്ന് പറയുന്ന ആ ഭാഗത്ത് അവനെ നമ്മൾ കൊണ്ടുപോയിടും, അവിടെ പ്രവേശിപ്പിക്കുമെന്ന് താക്കീത് നൽകിയിരിക്കുന്നു അല്ലാഹു. സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ, എന്താണ് സഖർ, എന്താണ് അതിന്റെ ഗൗരവം? സൂറത്തുൽ മുദ്ദസ്സിറിലുള്ള വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ, അതിൽ കൊണ്ടുപോയിട്ട ആളെ ഒരംശം പോലും ബാക്കിയാകാതെ കത്തിച്ചു കളയും. പക്ഷെ നരകത്തിൽ ഈ മനുഷ്യൻ മരിച്ചു പോകൂല, വീണ്ടും ആവർത്തിക്കപ്പെടും. അത്ര അതികഠിനമായ ശിക്ഷയുള്ള, അത്ര അതികഠിനമായ ദുരിതമുള്ള ആ സ്ഥലത്ത് കൊണ്ടുപോയി അവനെ നമ്മൾ തള്ളും എന്ന് അല്ലാഹു താക്കീത് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഫലമ്മാ ഔഅദല്ലാഹു ബിസഖർ ലിമൻ ഖാൽ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഇത് മനുഷ്യ സംസാരം അല്ലാതെ മറ്റൊന്നുമല്ല, ഇത് അള്ളാഹുവിന്റെ കലാമൊന്നുമല്ല, ഇത് മനുഷ്യ സംസാരമാണ് എന്ന് പറഞ്ഞ ആ മനുഷ്യനെ ഇത്ര വലിയ ശിക്ഷ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയ സ്ഥിതിക്ക് ആരെങ്കിലും ഒരാള് ഖുർആനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. അതികഠിനമായ അള്ളാഹുവിന്റെ ഈ താക്കീത്, ഈ ശിക്ഷക്ക് അവൻ വിധേയമാവുകയും ചെയ്യും. അതികഠിനമായ ഈ ശിക്ഷക്ക് ആ മനുഷ്യൻ അവൻ വിധേയമാവുകയും ചെയ്യും. വലീദ് ഇബ്നുൽ മുഗൈറ എന്ന് പറയുന്ന ആ മനുഷ്യൻ പരിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞ വാചകങ്ങളാണ് ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യ സംസാരമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഭാഗങ്ങളിൽ കൂടെ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ കൂടെ അവനെ വിമർശിച്ചുകൊണ്ട് ഇറക്കിയ ആയത്തുകൾ. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി ആ സംഭവം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം ഒരിക്കല് മസ്ജിദുൽ ഹറാമിൽ കഅബ ശരീഫിന്റെ പരിസരത്ത് നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. വലീദ് ഇബ്നുൽ മുഗൈറ എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖനായ ഈ മനുഷ്യൻ ആ പരിസരത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുന്നത് ആ മനുഷ്യൻ കേട്ടു. അവൻ ഈ ഖിറാഅത്ത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയപ്പോ വീണ്ടും പ്രവാചകൻ പാരായണം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ പറയുന്ന സൂറത്ത് ഗാഫിറിലുള്ള കുറച്ച് ഭാഗങ്ങൾ. വലീദ് ഇബ്നുൽ മുഗൈറ ഏറ്റവും വലിയ പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന വലീദ് ആ സദസ്സിൽ നിന്ന് അവന്റെ കുടുംബങ്ങളുടെ അടുത്തേക്ക് ബനു മഖ്സൂം എന്ന് പറയുന്ന കുടുംബത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലഖദ് സമിഅതു മിൻ മുഹമ്മദിൻ ആനിഫൻ കലാമൻ, മുഹമ്മദ് ഇപ്പോ കഅബ ശരീഫിന്റെ അടുത്ത് വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. മാ ഹുവ മിൻ കലാമിൽ ഇൻസ്, അത് മനുഷ്യ സംസാരമല്ല. വലാ മിൻ കലാമിൽ ജിൻ, അത് ജിന്നിന്റെ സംസാരമല്ല. വ ഇന്ന ലഹു ലഹലാവതൻ വ ഇന്ന അലൈഹി ലതലാവതൻ, ആ സംസാരത്തിന് എന്തെന്നില്ലാത്തൊരു മാധുര്യമുണ്ട്, എന്തെന്നില്ലാത്തൊരു ആകർഷണമുണ്ട് കേട്ടാൽ. ശരിക്കും അറബി ആശയം അർത്ഥം അറിയുന്ന മനുഷ്യനാണ് വലീദ്, ശത്രുവായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് കേട്ട ഈ ഖുർആനെ കുറിച്ച് പറയാം, അതിന് എന്തെന്നില്ലാത്തൊരു മാധുര്യമുണ്ട്, അതിന് എന്തെന്നില്ലാത്തൊരു ആകർഷണമുണ്ട്.
വഇന്ന അഅലാഹു ലമുസ്മിറുൻ വഇന്ന അസ്ഫലഹു ലമുഗ്ദിഖ്. അത് വല്ലാത്ത ഒരു ഫലഭൂയിഷ്ഠായ കായ്കനികളുള്ള ഒരു വൃക്ഷം പോലെ അതിന്റെ മുകൾ ഭാഗം, അതിന്റെ താഴ്ഭാഗമാണെങ്കിൽ അതും തന്നെ നമുക്ക് ആകർഷണവും അനുഗ്രഹങ്ങളും നൽകുന്ന. വഇന്നഹു യഅലു വമാ യുഅല. ഈ പറയുന്ന വചനങ്ങൾ ഉയർന്നു പോവുകയുള്ളൂ. അതിനെ മികച്ചു നിൽക്കാൻ, അതിന്റെ മുകളിൽ നിൽക്കാൻ മറ്റൊന്നിനും സാധ്യമാവുകയില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ വലീദ് ബിൻ മുഗയ്റ. ഇത് പറഞ്ഞ് അവനവന്റെ വീട്ടിലേക്ക് പോയി. കുടുംബം ഈ സംഭവം കേട്ടു. ആളുകളിൽ ചർച്ചയ്ക്ക് വന്നപ്പോ ഖുറൈശികൾ പറഞ്ഞു, സഹറഹു മുഹമ്മദുൻ സബഅ വല്ലാഹ്. വലീദ് ബിൻ മുഗയ്റ സഹറത്തു മക്ക എന്ന പേരിലായിരുന്നു ആളുകൾ ആ മനുഷ്യനെ വിശേഷിപ്പിച്ചിരുന്നത്. മക്കയിലുള്ള പുഷ്പം എന്ന് പറഞ്ഞുകൊണ്ട്, കാണാൻ ഗാംഭീര്യമുള്ള, സമ്പത്തും സന്താനങ്ങളുമുള്ള, ധാരാളം അനുഗ്രഹങ്ങളുള്ള മനുഷ്യനായിരുന്നു വലീദ് ബിൻ മുഗയ്റ. ഖുറൈശികൾ പറഞ്ഞു, മുഹമ്മദ് അവന് സിഹ്ർ ചെയ്തുട്ടോ, വലീദ് മതം മാറി. വല്ലാഹിൽ വലീദ് മതം മാറി, മുഹമ്മദിന്റെ കൂടെ കൂടി എന്ന് പറഞ്ഞു. വല്ലാഹി ലതസ്ബൂന ഖുറൈശ് കുല്ലുഹും. അതുകൊണ്ട് ഈ വലീദ്, അത്ര പ്രമുഖനായ ഈ മനുഷ്യൻ മുഹമ്മദിന്റെ കൂടെ കൂടിയാൽ ഖുറൈശികൾ മുഴുവനും അയാൾ അനുകരിച്ച് മുഹമ്മദിന്റെ അനുയായികളാകും എന്ന് പറഞ്ഞു. വലീദിനെ കുറിച്ച് സഹറത്ത് മക്ക, അതല്ലെങ്കിൽ റൈഹാനത്ത് ഖുറൈശ് എന്ന പേരിലൊക്കെ അറിയപ്പെട്ട ആളായിരുന്നു. അപ്പൊ അബൂജഹൽ പറഞ്ഞു, അവന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പരിഹരിച്ചു തരാ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂജഹല് വലീദിന്റെ അടുത്ത് ചെന്നിരുന്നു, സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ ചെന്നിരുന്നു. അപ്പൊ വലീദ് ചോദിച്ചു, മാലി അറാക ഹസീനൻ യബ്ന അഖി. എന്താ നിന്നെ ഒരു സങ്കടപ്പെട്ട ആളായിക്കൊണ്ട് ഇത്ര വ്യസനിച്ചുകൊണ്ട് എന്താ കാണാൻ കാര്യം? അബൂജഹലിനോട് ചോദിച്ചു. അപ്പൊ അബൂജഹൽ പറഞ്ഞു, മാ യംനഉനി അല്ലാ അഹ്സൻ. എങ്ങനെ ഞാൻ വ്യസനിക്കാതിരിക്കും? ഖുറൈശികളെല്ലാരും കൂടി ഇതാ നിനക്ക് ഒരു സംഭാവന, ഒരു ഫണ്ട് ഒരുക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. യുഈനൂനക അലാ കിബരി സിന്നിക. നിനക്കൊരുപാട് വയസ്സും വാർദ്ധക്യായി, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രമുഖനായ ആളാണ്. അപ്പൊ വയസ്സാം കാലത്ത് നിങ്ങൾക്കൊരു ഫണ്ട് ഒരുക്കൂട്ടാണ് അവരെല്ലാരും കൂടിയിട്ട്. എന്നിട്ട് എന്താണ് ഈ ഫണ്ട് ഒരുക്കൂട്ടാൻ കാരണം? വയസുമൂന അന്നക സയ്യൻത കലാമ മുഹമ്മദിൻ വതദ്ഖുലു അല ബനി അബി കബ്ശ വബനി അബി ഖുഹാഫ. നീ മുഹമ്മദിന്റെ സംസാരത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നീ മുഹമ്മദിന്റെയും അതേപോലെ തന്നെ അവന്റെ സഹോദരൻ, അവന്റെ കൂട്ടുകാരനായ അബൂബക്കറിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട്. അവര് പറയുന്നത് നല്ലതാണ് എന്ന് നീ പറയുന്നുണ്ട്. ലിതനാല മിൻ ഫളി തആമിഹിം. അവരുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞ് പരിഹാസരൂപേണ അബൂജഹൽ പറഞ്ഞു, നിനക്കിപ്പോ മുഹമ്മദിനെ കുറിച്ചൊരു നല്ല അഭിപ്രായമാണ്, അവന്റെ കൂട്ടുകാരൻ അബൂബക്കറിനെ കുറിച്ചും. അവരെന്തെങ്കിലുമൊക്കെ എച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. വേണ്ട, വയസ്സാം കാലത്ത് നിനക്കൊരു ഫണ്ടൊക്കെ സംഘടിപ്പിച്ചെന്ന് ഞങ്ങൾ കുറച്ച് സാമ്പത്തികമായി സഹായം ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരം തലക്ക് പിടിച്ച ഖുറൈശി പ്രമുഖനായ ആ മനുഷ്യനെ പ്രകോപിപ്പിച്ചു. അബൂജഹൽ പ്രകോപിപ്പിച്ചു. അപ്പോ ഈ പറയുന്ന വലീദ് ബിൻ മുഗയ്റ ഫഗളിബൽ വലീദ്, ദേഷ്യപ്പെട്ടു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, അലം തഅലം ഖുറൈശ്, ഖുറൈശികൾക്കറിയൂലേ, അന്നി മിൻ അക്സരിഹിം മാലം വവലദ. ഖുറൈശികളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വലിയ സമ്പത്തുള്ള ആൾ ഞാനാണ്. ധാരാളം മക്കൾ, എനിക്ക് ആൺമക്കളുണ്ട്, പ്രത്യേകിച്ച് എന്തിനു വേണ്ടുന്ന പോരുന്ന. വഹൽ ശബിയ മുഹമ്മദുൻ വഅസ്ഹാബുഹു മിന തആമി ഫയകൂന ലഹും ഫളലുൻ മിന തആം. മുഹമ്മദും അവന്റെ അനുയായികളും ഏതെങ്കിലും ദിവസം വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? എന്നിട്ട് പിന്നെ ബാക്കി വന്ന ആർക്കെങ്കിലും കൊടുക്കാൻ എന്ന് പറഞ്ഞ് റസൂലിനെ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് തുമ്മ ഖാമ മഅ അബീ ജഹലിൻ ഹത്താ അതാ മജ്ലിസ ഖൗമി. അബൂജഹലിന്റെ കൂടെ ഖുറൈശി പ്രമുഖരിരിക്കുന്ന സദസ്സിൽ ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, തസ്ഉമൂന അന്ന മുഹമ്മദൻ മജ്നൂൻ. നിങ്ങൾക്ക് അഭിപ്രായമുണ്ട് മുഹമ്മദ് ഭ്രാന്തനാണ് എന്ന്? തസ്ഉമൂന അന്നഹു കാഹിനുൻ. മുഹമ്മദ് ഒരു ജ്യോത്സ്യനാണ്, അതെങ്കിൽ ജ്യോതിഷം പഠിച്ച് ചെയ്യുന്ന ആളാന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഫഹൽ റഅയ്തുമൂഹു ഖത്തു തകഹൻ. ജ്യോത്സ്യപ്പണി മുഹമ്മദ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, അല്ലാഹുമ്മല, ഇല്ല, മുഹമ്മദ് ഭ്രാന്തനല്ല, അവൻ ജ്യോതിഷം അറിയുകയില്ല. അവര് പറഞ്ഞു, തസ്ഉമൂന അന്നഹു ഷായിറുൻ. മുഹമ്മദ് ഒരു കവിയാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എന്നെങ്കിലും അവൻ കവിത പറയുന്നത് കേട്ടിട്ടുണ്ടോ? അവര് പറഞ്ഞു, ഖുറൈശികൾ ഏകസ്വരത്തിൽ, അല്ലാഹുമ്മല, ഇല്ല ഇല്ല. തസ്ഉമൂന അന്നഹു കദ്ദാബുൻ ഫഹൽ ജറബതും അലൈഹി ശൈഅൻ മിനൽ കദിബ്. മുഹമ്മദ് എന്ന കള്ളം പറയുന്ന ആളാ, നിങ്ങൾക്ക് അവനെ കുറിച്ച് അങ്ങനെ അഭിപ്രായമുണ്ടോ? അവര് പറഞ്ഞു, ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായിരുന്നു, വിശ്വസ്തനും സമർത്ഥനുമായിരുന്നു. അവരുടെ അടുത്ത് നബുവത്തിന് മുമ്പ് എല്ലാവർക്കും സ്വീകാര്യനുമായിരുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഖുറൈശികൾ വലീദിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ വലീദ് പറഞ്ഞു, ഫതഫക്കറ ഫീ നഫ്സിഹി. കുറച്ചു നേരം ചിന്തിച്ചു നോക്കി, മുന്നോട്ടും പിന്നോട്ടും നോക്കി, തന്റെ പരിസരത്തുള്ള ആളുകളൊക്കെ ഒന്ന് വീക്ഷിച്ചു നോക്കി. തുമ്മ അബസ. പിന്നീട് വലീദ് മുഖം ചുളിച്ചു, തലയൊക്കെ ഒന്ന് ശരിച്ചു,
ചിന്തിക്കുന്ന പോലെ പിന്നോട്ടും മുന്നോട്ടും കുറച്ച് നടന്നു ആ സദസ്സിൽ. എന്നിട്ട് പറഞ്ഞു, മാഹുവ ഇല്ലാ ഖൗലുൽ ബശർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആദ്യം പറഞ്ഞ വാക്കിനെ ഖുറൈശികളായ ആളുകളുടെ കയ്യടിക്കു വേണ്ടി, ബഹുമാനം, ആദരവും പേരും പ്രശസ്തിയും അവരിൽ നിലനിൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ ഖുർആനിനെയും വിമർശിച്ചുകൊണ്ട് വലീദ് ആ സദസ്സിൽ വെച്ച് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലീദിന്റെ ഈ പ്രവർത്തികളെ വിമർശിച്ചുകൊണ്ട് സൂറത്തുൽ മുദ്ദസ്സിറിൽ ആയാത്തുകൾ തന്നെ, ഒന്നും രണ്ടുമല്ലാത്ത ആയത്തുകൾ, അവന് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങൾ അവൻ ആക്ഷേപിക്കുന്ന, ശപിക്കുന്ന, വിമർശിക്കുന്ന ആയത്തുകൾ ഇറക്കി. ആ ആയത്തുകൾ തുടങ്ങുന്നത് ദർനി വമൻ ഖലഖതു വഹീദ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒഴിവാക്കി, നമ്മൾ പറയൂലേ എന്നെട് വിടി എന്ന് പറയുന്ന പ്രയോഗം, ദർനി വമൻ ഖലഖതു വഹീദ, ഞാൻ ഏകനായിട്ട് മറ്റൊരാളിൻ സഹായമില്ലാതെ സൃഷ്ടിച്ച ആ വ്യക്തിനെയും. ഈ വലീദിനെ കുറിച്ച് അല്ലാഹു പറയാം, അവനവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വളർന്നു വലുതായി ഈ ലോകത്തേക്ക് വന്നു. അതിന് ഒരാളി സഹായം അല്ലാഹുവിന് ആവശ്യമുണ്ടായിട്ടില്ല അവന് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ. വജഅൽതു ലഹു മാലം മംദൂദൻ, കണ്ണെത്താ ദൂരത്തുള്ള തോട്ടങ്ങളും സമ്പത്തും ഞാൻ അവന് നൽകി. വബനീന ശുഹൂദ, അവന് എവിടെ പോകുമ്പോഴും അവന് താങ്ങും തണലുമായി ആളുകളുടെ മുന്നിൽ സഹായിക്കാൻ വേണ്ടി, അവനെ സഹായിക്കാനുള്ള മക്കളെ ഞാൻ നൽകി. 10-13 സമർത്ഥരായ യുവാക്കളായ മക്കൾ ആ മനുഷ്യനുണ്ടായിരുന്നു. വമഹത്തു ലഹു തംഹീദൻ, അവനൊരുപാട് സഹായങ്ങൾ, ഈ ലോകത്തൊരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ അവന് നീട്ടി നീട്ടി കൊടുത്തു. തുമ്മ യത്മഉ അൻ അസീദ്, വലീദ് പറയുമായിരുന്നു, മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ, ആ സത്യം പറയുന്ന ആളുകൾക്ക് ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗത്തിന് ഞാൻ തന്നെയായിരിക്കും അവകാശി എന്ന് പരിഹസിച്ച് പറയലുണ്ടായിരുന്നു. ഈ ലോകത്തെ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചു, മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ ആ സത്യം പറയുന്ന ആളുകൾക്ക്, വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ ആ സ്വർഗത്തിന്റെയും അവകാശം ഞാനായിരിക്കും എന്ന് പറയലുണ്ടായിരുന്നു. അതാണ് ഈ ആയത്തിന്റെ തഫ്സീർ എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. തുമ്മ യത്മഉ അൻ അസീദ്, പിന്നെയും അവൻ അനുഗ്രഹങ്ങൾ കൂട്ടിക്കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ലാ, ഒരിക്കലുമില്ല, ഇന്നഹു കാന ലി ആയാതിനാ അനീദൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ധിക്കരിക്കുന്ന, അതിന് വിലങ്ങടിച്ച് എതിർത്ത് നിൽക്കുന്ന, പുറംതിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയായിരുന്നു അവൻ. സഉർഹിഖുഹു സഊദൻ, അവനെ നമ്മൾ നരകത്തിൽ വമ്പിച്ച കയറ്റം, താങ്ങാൻ കഴിയാത്ത ഭാരിച്ച ജോലി അവനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുമെന്നാണ് ഈ ആയത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പല അഭിപ്രായങ്ങളും പറയുന്നു. മിനുമിനുത്ത വലിയ ഒരു പാറക്കല്ലിൽ നരകത്തിൽ വെച്ച് അവനോട് കയറാൻ വേണ്ടി പറയും. ഒരാശ്വാസവും ഒരു വിശ്രമത്തിനും അനുവദിക്കാതെ വളരെ മിനുമിനുത്ത, ഒരിക്കലും ഒരു മനുഷ്യന് കയർ ചെല്ലാൻ പറ്റാത്ത ഒരു പാറക്കല്ലിൽ അവനോട് കയറാൻ വേണ്ടി മലക്കൾ നിർബന്ധിക്കും, ശിക്ഷിച്ചുകൊണ്ട്. അങ്ങനെ ത്യാഗം സഹിച്ച് എങ്ങനെയെങ്കിലും അതിന്റെ മുകൾ ഭാഗത്തേക്ക് അവൻ എത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ തല കീഴായി വീണ്ടും താഴ്ഭാഗത്തേക്ക് അവൻ മറിഞ്ഞു വീഴും. ഇത് നിരന്തരം അവന് ഈ ശിക്ഷ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന്. അതല്ല, വലിയ ഭാരിച്ച ഒരു വളരെ ഉയരമുള്ള ഒരു പർവ്വതത്തിന്, നരകത്തിലുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവനെ കൊണ്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ട് അവനെ കയറ്റി അതിന്റെ മുകളിൽ നിന്ന് വീണ്ടും അവൻ താഴ്ഭാഗത്തേക്ക് കൊഴിഞ്ഞു ചാടി ഈ ശിക്ഷ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. സഉർഹിഖുഹു സഊദൻ, സഊദ് എന്ന് പറഞ്ഞാൽ കയറ എന്ന് പർവ്വതാരോഹണം പോലത്തെ ആരോഹണമാണ്. അവന് കഴിയാത്ത കാര്യം, ഭാരിച്ച ആ ഉത്തരവാദിത്വം അവനെ നിർബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത്ര വലിയ ശിക്ഷയും വിമർശനങ്ങളും ഉണ്ടാവാൻ കാരണം ഇന്നഹു ഫക്കറ വഖദ്ദർ, അവനൊരുപാട് ചിന്തിച്ചു, അവനൊരുപാട് കണക്കുകൂട്ടി. മുഹമ്മദിന്റെ കൂടെ നിന്നാൽ നഷ്ടപ്പെടാൻ പോകുന്ന സ്ഥാനമാനങ്ങൾ, ത്യാഗങ്ങളും ദുരിതങ്ങളും, നേരെ മറിച്ച് ഖുറൈശികളെ കൂടെ നിന്നാൽ സ്ഥാനമാനങ്ങളും ബഹുമാനും ആദരവും അനുഗ്രഹങ്ങളും പേരും പ്രശസ്തി. ഇന്നും ഒരുപാട് ആളുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അള്ളാഹുവിന്റെ ദീനും സത്യവും നമ്മുടെ മുന്നിൽ, പല ആളുകളുടെ മുന്നിൽ അത് വന്നാലും, കാര്യം അവർക്ക് ബോധ്യപ്പെട്ടാലും, പക്ഷെ അത് സ്വീകരിക്കാൻ നിന്നാൽ പലതും നഷ്ടപ്പെടും. ഈ ലോകത്തുള്ള പലതും അത് നഷ്ടപ്പെടും, ഒഴിവാക്കേണ്ടി വരും എന്നുള്ള പേടി കൊണ്ട് ഈ സത്യം ഉൾക്കൊള്ളാതെ ഇതിനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും സമൂഹത്തിൽ. ഇന്നഹു ഫക്കറ വഖദ്ദർ, വലീദ് ബിൻ മുഗൈർ ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് കണക്ക് കൂട്ടലുകൾ കൂട്ടി. മുഹമ്മദിന്റെ കൂടെ കൂടി ഈ ഖുർആന്റെ വക്താവായി അത് സ്വീകരിച്ചാൽ ചില നഷ്ടങ്ങളൊക്കെ നേരിടേണ്ടി വരും. നേരെ മറിച്ച് അതിനെ തള്ളി പറഞ്ഞാൽ ആളുകളുടെ പേരും പ്രശസ്തിയും അംഗീകാരം ലഭിക്കും. ഫഖുതില കൈഫ ഖദ്ദർ, അവനെ ശപിക്കപ്പെടട്ടെ. എന്താ അവൻ കണക്ക് കൂട്ടിയത്? എങ്ങനെയാണ് അവൻ കണക്ക് കൂട്ടിയത്? പേച്ചു അവന്റെ കണക്ക്, അവന്റെ വിലയിരുത്തൽ അവന് വിജയം നേടിക്കൊടുത്തില്ല. സുമ്മ ഖുതില കൈഫ ഖദ്ദർ, വീണ്ടും അവന് ശപിക്കപ്പെടട്ടെ. അവൻ എങ്ങനെയാണ് കണക്ക് കൂട്ടിയത് ശരിക്കും മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊണ്ട്
ഈ ഖുർആന്റെ വക്താവായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ലോകം പരലോകം അവന് വിജയമായിരുന്നു. മക്ക കാലഘട്ടം കഴിഞ്ഞതിന്റെ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും ഈ ലോകത്ത് വെച്ച് തന്നെ ബഹുമാനം, ആദരവും, സ്ഥാനമാനങ്ങളും സമ്പത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുഭിക്ഷതയും നൽകി, പരലോകത്തും വിജയം നൽകി. ആ നിലക്ക് കണക്ക് കൂട്ടി വിലയിരുത്താൻ ഈ ദുഷിച്ച മനുഷ്യന് കഴിഞ്ഞില്ല. അവന് ശപിക്കപ്പെടട്ടെ. സുമ്മ നളർ, പിന്നീട് അവൻ നോക്കി ചിന്തിച്ചു. സുമ്മ അബസ വബസർ, അവൻ മുഖം ചുളിച്ചു. കാര്യങ്ങൾ ചിന്തിക്കുന്ന, വിലയിരുത്തുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ. വബസർ, എന്നിട്ട് അവൻ അഹങ്കരിച്ചു. സുമ്മ അദ്ബറ വസ്തക്ബർ, പിന്നോട്ടടിച്ചു. പിന്നീട് ധിക്കാരം കാണിച്ചു. എന്നിട്ട് അവസാനം ആ പറയുന്ന ഖുറൈശികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്തർ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ഖുർആനെ കുറിച്ച് അവന് പറഞ്ഞു, ഇത് സിഹ്റാണ്, ഇത് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ സാഹചര്യങ്ങളും മറ്റും കൊണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. فقتل كيف قدر ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر. പിന്നോട്ട് പോയി പെട്ടെന്നൊന്നും കാര്യങ്ങൾ പറയാതെ, മുന്നിലുണ്ടായിരുന്ന ശ്രോതാക്കള് ശരിക്ക് വലീദ് മനസ്സ് തട്ടി പറയുന്നതാണ്, ആത്മാർത്ഥമായി പറയുന്നതാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കുറച്ചുകൂടി പിന്നോട്ട് പോയി പെട്ടെന്നൊന്നും കാര്യങ്ങൾ പറയാതെ അഹങ്കരിച്ചു. ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്തർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് സിഹറാണ്, മുഹമ്മദിനത് ആരൊക്കെ കൊണ്ടുവന്ന് നൽകുന്ന മാരണമാണ്, സാഹചര്യങ്ങളുടെ വാക്കുകളും കാര്യങ്ങളാണ് എന്ന് സത്യം ക്ലിയറായി ബോധ്യപ്പെട്ട് മനസ്സിലായതിന്റെ ശേഷം ഈ ലോകത്തുള്ള പലതും നഷ്ടപ്പെടുമെന്ന് പേടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് ഒരിക്കലും ഒരാൾ പറയാൻ പാടില്ലാത്ത ഈ വാക്കുകൾ പറഞ്ഞു. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യന്റെ സംസാരമാണ് എന്ന്. ആ വലീദ് അതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ശരിക്കും വിലയിരുത്തി മനസ്സിലാക്കി തന്റെ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ പലതും നഷ്ടപ്പെടും, സ്ഥാനമാനങ്ങൾ പോകും, കൂട്ടുകെട്ട് നഷ്ടപ്പെടും എന്ന് പേടിച്ചപ്പോ ഈ മനുഷ്യൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഇത്ര ഗൗരവമുള്ള ഈ വാക്കുകൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശിക്ഷയായിക്കൊണ്ട്, അവര് താക്കീതായിക്കൊണ്ട് പറഞ്ഞു, സഉസ്ലീഹി സഖർ, സഖർ നരകത്തിന്റെ ഒരു പേരാണ്, അതല്ല അതിൽപ്പെട്ട പ്രത്യേകമായ ഒരു പ്രദേശമാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ തഫ്സീറുകൾ കാണാൻ കഴിയും. സഉസ്ലീഹി സഖർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണോ മാ അദ്റാക മാ സഖർ, എന്താണ് സഖർ എന്ന് പറയുന്നത് പ്രവാചകരെ നിങ്ങൾക്കറിയോ? എന്താണ് അതിന്റെ സ്ഥിതി? അതിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണ്? ലാ തുബ്ഖി വലാ തദർ, അതിൽ ചെന്ന് അതിൽ ചാടിയ, അതിൽ കൊണ്ടുപോയിടപ്പെട്ട ഒരു മനുഷ്യനെ, ഐ ലാ തുബ്ഖി വലാ തദറു ഫീഹാ ശൈഅൻ ഇല്ലാ അകലതുഹു വഅഹ്ലകതു, അതിലെങ്ങാനും ഒരാളെ കൊണ്ടു ചെന്നിട്ടാൽ അതിന് മുഴുവനും തിന്ന് നശിപ്പിക്കാതെ ഒന്നും തന്നെ ബാക്കിയാക്കാത്തൊരു പ്രദേശമാണത്. പിന്നീട് വീണ്ടും ആ മനുഷ്യന്റെ ശരീരത്തിന് വീണ്ടും മടക്കപ്പെടും, വീണ്ടും ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ തുമീതു വലാ തുഹി, അതോട് മരിപ്പിക്കൂല, ജീവിപ്പിക്കൂല. ലാ തുബ്ഖി മൻ ഫീഹാ ഹയ്യൻ വലാ തദറു മൻ ഫീഹാ മയ്യതൻ, അതിലുള്ള ആളെ ജീവനോടെ ബാക്കിയാക്കൂല, എന്നാലോട് മരിച്ചു പോകൂല. കുല്ലമഹ്തറഖു ജുദ്ദിദു, കരിയും തോറും പുതിയ പുതിയ ശരീരഭാഗങ്ങളും തൊലിയും എല്ലും ഭാഗങ്ങളും അവർക്ക് നൽകപ്പെടും. സുദ്ദി റഹ്മഹുള്ള പറഞ്ഞു, ലാ തുബ്ഖി ലഹും ലഹ്മൻ വലാ തദറു ലഹും അദ്മ, അവരുടെ മാംസമോ അവരുടെ എല്ലോ ബാക്കിയൊക്കാത്ത നിലക്ക് അത് കരിച്ച് നശിപ്പിച്ചു കളയും. ഈ പറയുന്ന അതികഠിനമായ പ്രദേശത്ത് അവരെ കൊണ്ടുപോയി തള്ളപ്പെടും. ലവാഹത്തുൽ ലിൽ ബശർ, മനുഷ്യന്റെ ശരീരത്തിലേക്ക് അതിങ്ങട്ട് ലാഇഹത്തുസ് സഖമി വൽ ഹസൻ ഇദാ ഗയ്യറഹു തൽഫഹുൽ ജിൽദ ഹത്താ തദഅഹു അശദ്ദ സവാദൻ മിനൽ ലൈൽ, മനുഷ്യന്റെ ശരീരത്തിനെ കരിച്ചു കളയും, അതിന്റെ കറുത്ത രൂപമാക്കും, അതിനെ കരിക്കട്ടയാക്കും. ഈ പറയുന്ന പ്രയോഗങ്ങളിൽ കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയാത്തുകളെ അവസാനിപ്പിക്കുന്നത്. അവസാനം പറഞ്ഞു, അലൈഹാ 19 19 മലക്കുകൾ ഈ പറയുന്ന ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി അതിലുണ്ടാകും എന്ന് പറയുന്ന ആയാത്തുകളിൽ കൂടെ. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ച് ഒരാൾ കേട്ട് അത് മനുഷ്യ സംസാരമാണ് എന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിറാണ്. വലീദ് ബിൻ മുഗൈറ എന്ന് പറയുന്ന മനുഷ്യൻ അത് പറഞ്ഞു. ആ പറഞ്ഞതിന് അവൻ ഇത്ര വലിയ ശക്തമായ ശിക്ഷകളും താക്കീതുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞവനെ ശപിക്കുകയും അവനെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് ഇതേമാതിരിയുള്ള വാക്കുകൾ, വാദങ്ങൾ ആര് പറഞ്ഞാലും, വലീദ് ബിൻ മുഗൈറ മുശ്രിക്കായിരുന്നു, കാഫിറായിരുന്നു.
ഇനി ഒരാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കലാമല്ല, സൃഷ്ടികളതാണ്, മനുഷ്യരതാണ് പോലത്തെ ഈ വാദങ്ങൾ ഒരാൾ പറഞ്ഞാൽ അവരും ഇതുപോലെ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി ഇതുപോലത്തെ അതികഠിനമായ ശിക്ഷക്ക് അവർ വിധേയമാകും എന്നാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ലൗ കാനൽ കലാമു മിൻ കലാമിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് എന്ന് വെക്കുക. എന്നാ പിന്നെ ഫലാ ലൗമ അലൽ വലീദ് ബിനിൽ മുഗൈറ, ഈ മനുഷ്യന്റെ മേൽ യാതൊരു കുറ്റവുമില്ല, അവനെ വിമർശിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്, മനുഷ്യരുതാണ് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലീദിനെ ഇങ്ങനെ വിമർശിച്ച സ്ഥിതിക്ക് ഈ പറയുന്ന വാക്ക് ആര് പറഞ്ഞാലും, മുസ്ലിമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ പറഞ്ഞാലും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും. ഇതുപോലത്തെ അതികഠിനമായ ശിക്ഷക്ക് അവൻ വിധേയനാകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാക്കുകളെ എടുത്തുകൊണ്ട് തെളിവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം ഈ പറഞ്ഞത് അതിന്റെ സത്യം അത് തന്നെയാണ്. വലീദ് ബിൻ മുഗൈറ മുശ്രിക്കായിരുന്നു, കാഫിറായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവൻ ഈ പറയുന്ന വാദഗതികൾ പറഞ്ഞതുകൊണ്ടാണ് ഇത്ര ശക്തമായ താക്കീതുകളും ശാപവാക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ കുറിച്ച് പ്രയോഗിച്ചത്. അതുകൊണ്ട് ആരെങ്കിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ അഖീദയ്ക്ക് എതിരായി പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതല്ലെങ്കിൽ മനുഷ്യരുടെ സംസാരമാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഇസ്ലാമിൽ നിന്ന് ആ വ്യക്തി പുറത്തുപോകും. ഇതുപോലത്തെ താക്കീതുകൾക്ക് ആ മനുഷ്യൻ വിധേയനാവുകയും ചെയ്യും എന്നാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഈ ഭാഗത്ത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റ് വിഷയങ്ങളാണ് തുടർന്നുകൊണ്ട് പറയാനുള്ള വിഷയങ്ങൾ, അല്പ ദീർഘമുള്ളത് മറ്റതായതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ സദസ്സ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.